ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. എൻ്റെ പേര് ലൈല ജോർജ്. ഞാൻ പറയുന്നതും ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നതെല്ലാം അവസാനം വരെ എല്ലാവരും കണ്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇന്നൊരു ഭയങ്കര വിഷമം, ഒരു മൂടിയായിട്ടുള്ള ദിവസമാണ്. കാരണം എനിക്കൊരു കൊച്ചുമോളുണ്ട് ഇവിടെ. രണ്ടുപേരുണ്ട്. ഒരാൾ സ്കൂളിൽ പോയി, ഒരാൾ ഇന്നിപ്പം പനിയായിട്ട് കിടന്ന് ഉറങ്ങുക. അപ്പോൾ അവളെ ഉറക്കിയപ്പോൾ ഞാൻ എൻ്റെ പിൻകാലത്തെ പിന്നിലേക്ക് കുറേ പോയി. ആ സമയത്ത് ഒരു ഭയങ്കരമായ വിഷമം എന്തോ മനസ്സിൽ ഇങ്ങനെ അലട്ടുന്നത് പോലെ എനിക്ക് മിക്കപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് 3 മക്കളാണ്. അതിൽ എൻ്റെ രണ്ടാമത്തെ കൊച്ച് എൻ്റെ മോനാണ്. അവൻ മരിച്ചുപോയി. അവൻ വർഷങ്ങളായി മരിച്ചിട്ട് കേട്ടോ. അവന് ലുക്യൂമിയ ആയിരുന്നു, ക്യാൻസർ. അപ്പം ലിസി ഹോസ്പിറ്റലിൽ അടുത്ത എൻ്റെ വീട് എറണാകുളം നോർത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റാക്കിയത്. അവന് പനി വന്നത് 8 മാസമായപ്പോൾ അവനൊരു പനി വന്നതാണ്. പനി വന്നപ്പോൾ അവനെ CC കുര്യൻ മാർഗ്രേറ്റൊക്കെയാണ് അന്ന് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെയാണ് കാണിക്കുന്നത്, മാർഗ്രേറ്റിനെയാണ് കാണിക്കുന്നത്. മാർഗ്രേറ്റ് അപ്പോൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ളത് CC കുര്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് അറിഞ്ഞു, പക്ഷേ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്ത് 3 മാസം, 11ാമത്തെ മാസം മരിച്ച് ഡെഡ് ബോഡിയായിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ഞാൻ. അത് കഴിഞ്ഞ് എന്നെ ഒരിക്കലൊരു മോന് കൂടി ഉണ്ടായി കേട്ടോ. നേർച്ചയും കാഴ്ചയൊക്കെ വെച്ചിട്ട് എനിക്കൊരു മോന് കൂടി ഉണ്ടായി. എൻ്റെ കുട്ടി ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചതിന് ശേഷം ഒരു 3-4 വർഷത്തിന് ശേഷം എനിക്ക് വേറൊരു മോനും കൂടി ഉണ്ടായി കേട്ടോ. ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം പ്രഗ്നൻ്റ് ആകാൻ പാടില്ല, വീണ്ടും പ്രസവിക്കാൻ പാടില്ല. ബ്ലഡ് ഗ്രൂപ്പ് ഞങ്ങളുടെ രണ്ടുപേരുടെയും മാച്ചല്ല. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2 മതിയല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ 2ാമത്തെ ആൾ പോയതിന് ശേഷം ഒരാളും കൂടി ഉണ്ടായി. ഡോക്ടറിൻ്റെ വഴക്കും അടിയും ഒക്കെ കിട്ടി കൊച്ചുത്രേസ്യയുടെ ലിസയിൽ. എന്നിരുന്നാലും എൻ്റെ കോൺഫിഡൻസ്, വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. എൻ്റെ കുട്ടിക്കൊന്നും വരില്ല ഡോക്ടറെ, എനിക്കും ഒന്നും വരില്ല, ദൈവം കാത്തോളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയും പ്രസവം വരെ ഞാൻ അതിനെയും വയറ്റിലിട്ട് പ്രാർത്ഥനയും നൊവേന കൂടലും ഭയങ്കര ഭക്തിയും കാര്യങ്ങളുമായിട്ടൊക്കെ ജീവിച്ചു. നല്ലൊരു ആൺകുച്ചിനെ എനിക്ക് തന്നു. ഒന്നും ഇന്ന് വരെ ഈ പ്രായത്തിലും അവനൊരു ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്, പ്രാർത്ഥനയുടെ ഫലം. അപ്പം എന്നിരുന്നാലും ആരോഗ്യത്തോടെ മക്കളുണ്ട്, നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും മരിച്ചുപോയ, നമ്മളിൽ നിന്ന് വിട്ടകന്നു പോയ മകൻ ഒരമ്മയ്ക്കും മരണം വരെ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു വേദന. എൻ്റെ കൊച്ചിന് കുഞ്ഞു ഓർക്കുന്ന പനിയാണ്. ആഹക്ക് പനിയായിട്ട് അവൾ കിടന്ന് ഉറക്കുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ മകൻ്റെ അടുത്തോട്ടാണ് ഞാൻ പോയത്. അപ്പം അവനെ ഓർത്ത് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. വേറെ ഒന്നുമല്ല, അവനുണ്ടായിരുന്നെങ്കിൽ എനിക്ക്, നമ്മൾ ഈ ഒറ്റപ്പെട്ട് നമ്മളിപ്പം ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എന്നിരുന്നാലും നമുക്കെപ്പോഴും വേറെയും മക്കളുണ്ടെങ്കിൽ അവരുടെ അടുത്തും പോയി നിൽക്കാമായിരുന്നല്ലോ, സന്തോഷത്തോടെ അവരുടെ അടുത്തും 2 ദിവസം പോയി നിൽക്കാമായിരുന്നല്ലോ എന്ന്. അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്. അത് ഏത് അമ്മയ്ക്കും അങ്ങനെ ഉണ്ടാവും, ഏതൊരമ്മയ്ക്കും ഉണ്ടാകും എന്നുള്ള. എങ്ങനെ ഈ അമ്മമാർക്ക് മക്കളെ ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ട് മക്കളെയൊക്കെ കെട്ടിത്തൂക്കി കൊല്ലാനും വിഷം കൊടുത്ത് കൊല്ലാനും ആറ്റിൽ ചാടാനും ഒക്കെ സാധിക്കുന്നു? എൻ്റെ ദൈവമേ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ എന്നും ഈ വർഷങ്ങളായിട്ട് എന്നെ വിട്ടുപോയ എൻ്റെ മകനെ ഓർത്ത് ഞാൻ പറയാലോ, ഒരു രാത്രി പോലും ഇല്ല എനിക്ക് വിഷമം വരാത്ത ദിവസങ്ങളില്ല. അത്രയും വിഷമിച്ചാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ഇത്രയും അറിയുന്നുള്ളൂ. ഓക്കെ, ബൈ.